പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ. ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് ചോറുണ്ണാനായിട്ട് പറ്റും. അത്രയ്ക്ക് പൊളിയ, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പച്ചമാങ്ങയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് അരമുറി തേങ്ങ ചിരവും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വീതം കടുകും ഉലുവയും നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി സെയിം പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറിയ പീസ് ഇഞ്ചിയും 5 or 6 വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും മാങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതും ചേർത്തിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയിലുള്ള വെള്ളം വറ്റുന്ന രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നാൽ നമുക്ക് കുറച്ച് അധികം ദിവസം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചതും 2 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, മുളകിൻ്റെയും കടുകിൻ്റെയും ഉലുവയുടെയും മിക്സ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം സെറ്റ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.